പവനരച്ചെഴുതുന്ന കോലങ്ങളെന്നും കിഴക്കിനി കോലായി അരുണോദയം പകലകം പൊരുളിൻ്റെ ശ്രീരാജധാനി പരിതകമ്പളം നേർത്തി വരവേൽപ്പിനായി ഇതിലെ വരു സാമഗാന വീണമീട്ടി അഴകെ പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നു. വന്നപ്പോഴേ ബോഡി ഷേമിംഗ് ആണോ? എന്ത് കോലങ്ങൾ എന്ന് പറഞ്ഞു? അത് പാട്ടി പറഞ്ഞതാ. എന്താ പ്രശ്നമില്ലെന്നേ. ആരാ മനസ്സിലായില്ല? ടീച്ചറെ, എനിക്ക് ഒരു പാട്ട് പഠിക്കണമായിരുന്നു. അംബിക ടീച്ചർ അല്ലേ? അതെ. പക്ഷെ എനിക്കല്ല, എന്റെ ഭാര്യക്ക് ഏതെങ്കിലും കല പഠിക്കണമെന്ന് ഭയങ്കര വാശിയാ. ഞാൻ പറഞ്ഞ നീ നിന്റെ പാട്ടിന് പോടിയെന്ന് പറഞ്ഞു. അന്ന് മുതൽ അവള് പാട്ട് പഠിക്കാൻ തീരുമാനിച്ചു. നല്ല കാര്യം. ഞങ്ങൾക്കാണെങ്കിൽ ഇട്ടുമൂടാൻ സ്വത്തുണ്ട്. പൊന്നി ജുവലറി എന്ന് കേട്ടിട്ടുണ്ടോ? പൊന്നി ജുവലറി എന്ന് കേട്ടിട്ടില്ല, പൊന്നി അരി എന്ന് കേട്ടിട്ടുണ്ട്. പൊന്നി ജുവലറി എന്ന് കേക്കണം. അവക്ക് ഈ സ്വർണത്തോട് ഭയങ്കര ആർത്തിയാന്നേ. സംഗീതം പഠിക്കാൻ വലിയ മോഹം തോന്നിച്ചപ്പോ ഉണ്ടല്ലോ, ഞാൻ AR റഹ്മാൻ സാറിനെ വിളിച്ചു. പുള്ളി പറഞ്ഞു ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അവിടെ കലണ്ടർ കാണത്തില്ലായിരിക്കും. കലണ്ടറിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ രണ്ടാമത് ഞാൻ ഇളയരാജ സാറിനെ മദ്രാസിലേക്ക് വിളിച്ചു. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അന്നേരം അവള് പറയാണ് പോക്കുവരവ് വലിയ പാടാന്ന്. അയ്യോ, പോക്കുവരവനെ വില്ലേജ് ഓഫീസിൽ പോയാൽ മതി, വില്ലേജ് ഓഫീസർ അല്ലയോ ശരിയാക്കി തരുന്നേ. അയ്യോ, ആ പോക്കുവരവല്ല, ഈ യാത്ര ചെയ്യാൻ ഭയങ്കര പാടാന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, നമ്മുടെ ദാസേട്ടനെ വിളിച്ചു. ദാസേട്ടൻ അമേരിക്കയിലാണല്ലോ. അപ്പം ഇവള് പറയാണ് അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കത്തില്ല. അതെന്താ? അല്ല, അവക്ക് ചില സമയത്ത് എന്നെ പോലും പിടിക്കത്തില്ലെന്ന്. അങ്ങനെ ഞാൻ ചിന്തിച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, ടീച്ചറിന്റെ കാര്യം പറഞ്ഞു. ടീച്ചർ സംഗീതത്തിലൊക്കെ അഭ്യസിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ കാണാറുണ്ടോ? പിന്നെ നമ്മുടെ കുട്ടികളുടെ പരിപാടിയാ അത്. എത്ര മിടുക്കന്മാരായ പിള്ളേരാന്നറിയാവോ അതിലെ മനോഹരമായിട്ട് പാട്ട് പാടുന്നേ. ഞാനും കുറെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അവളും ടോപ്പ് സിംഗറാ? അതെയോ? ഞാൻ ടിവിയിലൊന്നും കണ്ടിട്ടില്ല. അല്ല, ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് അവള് പാടും. അങ്ങനെ ടോപ്പ് സിംഗർ അവളെ. എന്നാ സാറൊരു കാര്യം ചെയ്യ്, മാഡത്തിനെ ഒന്ന് വിളിച്ചാട്ടെ. കനകം ാനകളെഴുന്നള്ളി ആഹ്ലാദ സമുദ്രം തീരത്തള്ളി ആറാട്ടിനാനകളെഴുന്നള്ളി. ആഹാ, സഞ്ചരിക്കുന്ന ജുവലറിയോ ഇത്? ആദ്യമായിട്ട് കാണുവാന്നല്ലോ. ചേച്ചിയുടെ പേരെന്തുവാ? ചേച്ചിന്നൊന്നും വിളിക്കാനുള്ള പ്രായമൊന്നും എനിക്കില്ല, അല്ലേ ശാന്ത? അതെ, 2 മാസം കഴിയുമ്പോൾ ഷഷ്ടി പൂർത്തിയാ. ഷട്ടപ്പ് എന്ന് പറഞ്ഞ മൗത്ത് തന്നല്ല ഉള്ളോ? ഷട്ടപ്പ് എന്ന് പറഞ്ഞു നമ്മുടെ ഈ സംഗീതത്തോടുള്ള ബന്ധത്തിലേ ഞാൻ അങ്ങ് മൗത്ത് ഓർക്കൻ അങ്ങ് പറഞ്ഞതാ. സംഗീതം അത്രയ്ക്ക് മാഡത്തിന് അങ്ങ് ഇഷ്ടമാണോ? ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ക്ലബ് ഉണ്ടേ, അതിന്റെ പരിപാടി നടക്കുക ഉടനെ തന്നെ. അപ്പൊ അവിടെ കേറി 2-3 പെണ്ണുങ്ങളുണ്ട്, ഭയങ്കര ഗമ പിടിച്ച പെണ്ണുങ്ങളാ. അവളുമാരുടെ മുമ്പിൽ എനിക്കൊരു പാട്ട് പാടി ഒന്ന് ഷൈൻ ചെയ്യണം, അത്രയൊക്കെയുള്ള ആഗ്രഹങ്ങള്. അത് ശരി. ഈ സ്വരശുദ്ധിക്ക് ഒരു പാട്ട് പാടിയാ കൊള്ളാന്നുണ്ട്. മാഡത്തിനെ കൊണ്ട് ഒരു പാട്ട് 2 വരി ഒന്ന് മൂളിയാ നല്ലതാണോ? അതിനെന്താ? അത് ഈ സ്വർണ്ണ മുകിലേ വേണോ, സ്വർണ്ണ ഗോപുരം വേണോ, സ്വർണ്ണ നർത്തകി വേണോ? ഡിയർ, സ്വർണ്ണമുഖില് പാടിക്കും. ശാന്തനന്റെ സ്വർണ്ണമുഖിലെ എന്നുള്ള പാട്ടാണ് ഇഷ്ടമേ. അതെ. സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ ഇത് ദേഹം നിറയെ സ്വർണ്ണമാണെങ്കിലും വായിന്ന് വരുന്നത് വെള്ളിയാണല്ലോ. ഈ വെള്ളിയും കൂടെ ഒന്ന് എനിക്ക് സ്വർണ്ണമാക്കി തരണേ. ശ്രമിക്കാം. ടീച്ചറെ, ഈ ദക്ഷിണ എങ്ങനെയാ? ഒരു പ്രത്യേക തുകയൊക്കെ ഉണ്ടോ? അതൊന്നും ഇല്ലെന്നേ. പിന്നെ 10,000 20,000 ഒക്കെ തന്നാ കൊള്ളാം. ഗുരു പ്രസാദിക്കണമല്ലോ. അത് ശരിയാ. എടി, ഒരു ചെക്ക് നീ കൊണ്ടുവന്നിട്ടില്ലേ? ചെക്ക് കൊടുത്താ മതിയോ? പിന്നെ ഞാൻ തുക എഴുതാം, നീ ഒപ്പിട്ടാ മതി. നീ ഒപ്പിട്ടാ മതിയേ. എന്തുവാ?
ടീച്ചറെ എന്നാ നമുക്ക് തുടങ്ങാം. ഇരുന്നാട്ടെ. അയ്യോ ടീച്ചറ് നിലത്തിരിക്കണോ? നിലത്തിരുന്നേ സംഗീതം പഠിക്കാൻ ഒക്കത്തുള്ളൂ. വല്ല കസേരയിലും ഇരുന്ന് പഠിച്ചാ പോരായോ? അതൊക്കെ പണ്ടേ ഉള്ള ആചാരങ്ങളാ. നിലത്തിരുന്ന് തന്നെ സംഗീതം പഠിക്കണം. മാഡം ഇരുന്നാട്ടെ. ശാന്ത ഒന്ന് പിടിച്ചേ. എന്താ മോനെ? സംഗീതം ആദ്യമായിട്ട് പഠിക്കാൻ വന്നതല്ലയോ? അതെ, അതെ. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഈ കാലിലടിച്ച് സാ പറഞ്ഞാട്ട് നിങ്ങൾ എന്തിനാ എന്റെ കാലിലടിക്കുന്ന? നിങ്ങളുടെ കാലിലടിക്കേ. എന്റെ മുട്ടിനൊരു കുരുവാ ടീച്ചറെ. ഈ മുട്ട് ഫ്രീ എവിടെ അടിച്ചാ മതിയോ? ഏത് കാലിലെങ്കിലും അടിച്ച് എങ്ങനെങ്കിലും ഒന്ന് പാട്. ആരൊക്കെ ഒട്ടും തൊണ്ടയും കൊണ്ട് പാടാൻ പറ്റത്തില്ല. തൊണ്ട പോരാ. ഇല്ലെങ്കിലും ഞാൻ കൈ കൊണ്ടൊക്കെ എല്ലാം കാണിക്കുന്നില്ലേ? കൈ കൊണ്ടാണോ സംഗീതം പാടുന്നേ? തൊണ്ടയും കൊണ്ടല്ലയോ പാടണ്ടേ? എന്ത് പറയാനാ? എനിക്ക് സരിഗമയൊന്നും പഠിക്കണ്ട. എന്താ ചെയ്യാ? ടീച്ചറെ എനിക്ക് സരിഗമ പഠിക്കണ്ട. എനിക്കൊരു പാട്ട് പഠിച്ചാൽ മതി. ഞങ്ങളുടെ ക്ലബിലെ ഒന്ന് പാട്ട് പാടാൻ വേണ്ടി ഒരു പാട്ട് മാത്രം പഠിപ്പിച്ചു തന്നാ മതി. എത്ര ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണോ ആ പാട്ട്? അതിപ്പോ ഇന്ന് വൈകുന്നേരം കൊണ്ട് പഠിച്ചാൽ മതിയല്ലോ. ആഹാ, എന്തൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ നിങ്ങൾക്ക്? 2 ജുവലറി, 2 പെട്രോൾ പമ്പ്, 3 ഫാമ, 4 ബസ്. ഒരു സാധനം മാത്രം നിങ്ങൾക്കില്ല. തലയിൽ ആള് താമസം നിങ്ങൾക്കില്ലെന്നേ. പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ല ഈ സംഗീതം എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും പൈസ കൊടുത്താൽ പലതും വാങ്ങിക്കാൻ കിട്ടുമെന്നും. സംഗീതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു വരദാനമാണ്. കേട്ടല്ലോ? സംഗീതം അറിയാവുന്ന ഒരു അഹങ്കാരമല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ നോക്കിക്കോ, ഞാൻ 1 മാസം കൊണ്ട് കഥകളി പഠിച്ചിട്ട് ഞാൻ എവിടെയാലും കളിച്ചിരിക്കും. കഥകളി പോയി നീ ഏതെങ്കിലും കല നശിപ്പിക്കും എന്ന് പറഞ്ഞ് നീ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണോ? ഈ കലയെല്ലാം നീ നശിപ്പിച്ചേ അടങ്ങുള്ളൂ. എടി, ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ട് കേട്ടോ. നിന്നെ അല്ലാതെ